സമാന്തരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അവസാന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് പ്രൂവ് ദാറ്റ് the sum of any number of terms of the arithmetic sequence 16, 24, 32, etc. starting from the first added to 9 gives a perfect square. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണത്? Prove that the sum of any number of terms of the arithmetic sequence 16, 24, 32, etc. starting from the first added to 9 gives a perfect square. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സമാന്തര ശ്രേണി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണത്? 16, 24, 32, etc. എന്നൊരു സമാന്തര ശ്രേണി അല്ലെ. 16, 24, 32, etc. എന്നൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുകയുടെ കൂടെ 9 എന്ന സംഖ്യ കൂട്ടിയാൽ കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, ഒരു പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇതിന്റെ തുക കണ്ടുപിടിക്കണം. ആ തുകയുടെ കൂടെ 9 എന്ന് പറഞ്ഞ സംഖ്യ കൂട്ടണം. അപ്പോൾ ഒരു പൂർണ്ണവർഗം കിട്ടുമോ എന്ന് നോക്കാം. കിട്ടണം എന്നാണ് തെളിയിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ശ്രേണി എഴുതാം. എന്താണ്? 16, 24, 32, etc. ഇതാണ് സീക്വൻസ്. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. എന്തൊക്കെയാണ് അറിയാവുന്നത്? ഫസ്റ്റ് ടേം അറിയാം. ഫസ്റ്റ് ടേമിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് x1 കൊണ്ടാണ് അല്ലെ. ഞാൻ പറഞ്ഞു x1 f1 a1 t1 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് ടേം എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ x1 = 16 ആണ്. വേറെ എന്താണ് അറിയുന്നത്? കോമൺ ഡിഫറൻസ് അറിയാലോ. കോമൺ ഡിഫറൻസ് എത്രയാണ്? 16 കഴിഞ്ഞ 24 ആണ്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എത്രയാണ്? 24 - 16 that is 8. അതുകൊണ്ട് d = 8 ആണ്. കോമൺ ഡിഫറൻസ് 8 ആണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് സമ്മ കാണേണ്ട ഫോർമുല എന്താണ്? സം എന്താണ്? Sn = n/2 × x1 + xn. അപ്പോൾ നമുക്ക് xn വേണമല്ലോ അല്ലെ. nth ടേം വേണം. അപ്പൊ nth ടേം കണ്ടുപിടിക്കാം. nth ടേം xn = xn എങ്ങനെയാണ് എഴുതുന്നത്? കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചിട്ട് അത് കൂട്ടുക അല്ലെ. പൊതുവ്യത്യാസത്തെ n കൊണ്ട് ഗുണിച്ച് ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കിട്ടുന്നത് എത്രയാണോ, കുറച്ചാൽ കിട്ടുന്നത് എത്രയാണോ അത് അതിന്റെ കൂടെ കൂട്ടുക. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 8 അല്ലേ. അതുകൊണ്ട് 8n പിന്നെ 16 നിന്നും 8 കുറക്കുക 8 അല്ലെ. അപ്പോഴെത്ര കിട്ടും? 8n + 8. ഇതാണ് ഇതിന്റെ nth ടേം. ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് Sn അല്ലെ കാണേണ്ട ഫോർമുല എന്താണ്? Sn n പദങ്ങളുടെ തുക കാണേണ്ട ഫോർമുല എഴുതുക. എന്താണത്? n/2 × x1 + xn. അപ്പോൾ n/2 × x1 + xn. നമുക്ക് കിട്ടിയ പ്രകാരം അതിന് വില കൊടുക്കുക. എന്താണ്? Sn എന്താണ്? നമുക്ക് എഴുതാം. n/2 × x1 എത്രയാണ്? 16 അല്ലേ. 16 + 8n + 8 എന്ന് എഴുതാം. Sn = n/2 × 16 + 8n + 8. 8n + 8 = n/2 × 16 + 8 എത്രയാണ്? 24 അല്ലെ. 8n ആദ്യം എഴുതുക. അപ്പൊ 8n + 24 എന്ന് കിട്ടും. 8n + 24. ഇനി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. n/2 × 8n ആ ബ്രാക്കറ്റ് ഉള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തേക്ക് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ആയ 8 കോമൺ ആയി പുറത്തേക്ക് എടുത്തിട്ട്, അതായത് 8n-നും 24-നും കോമൺ ആയിട്ട് 8 ഉണ്ട്, അത് നമുക്ക് കോമൺ ആയി പുറത്തേക്ക് എടുത്തിട്ടും ചെയ്യാം. ഏത് രീതിയിലും ചെയ്യാം.
അപ്പോൾ ഞാനിപ്പം ആദ്യം പറഞ്ഞ മെത്തേഡിൽ ചെയ്യുവാണ്. അപ്പോൾ എന്താ കിട്ടുന്നത്? n/2 into 8n, n/2 8n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് n/2 into 24. n/2 8n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് സൈൻ ഇട്ടു, അതിനുശേഷം n/2 into 24. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് എഴുതണം അല്ലെ? എന്താണ്? എത്രയാണത്? 8ഉം 2ഉം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 8/2 4 ആണ്. അപ്പൊ 4n² എന്ന് വരും. അപ്പോൾ 4n² ആണല്ലോ. 8/2 4, പിന്നെ n into n എത്രയാണ്? n², 4n² പ്ലസ് ഇനി പറഞ്ഞിരിക്കുന്നത് n/2 into 24 ആണ്. n/2 into 24 എത്രയാണ് വരുന്നത്? 24/2 എത്രയാണ്? 12 അല്ലേ? അപ്പൊ 12n എന്ന് വരും. 12n. ഇതാണ് നമുക്ക് കിട്ടിയ സം. പിന്നെ നമ്മളോട് പറഞ്ഞത് എന്താണ്? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ വി ഹാവ് ടു ആഡ് 9 ടു ദ സം അല്ലെ? 9 എന്ന സംഖ്യ തുകയോട് കൂട്ടാം. അപ്പോൾ Sn നോട് 9 കൂട്ടുക ചെയ്യാം. എന്താണ്? 4n² പ്ലസ് 12n പ്ലസ് 9 കൂട്ടി അല്ലെ? നമ്മൾ 9 ആഡ് ചെയ്യാൻ പറഞ്ഞു, 9 ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഒരു ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിക്കുക എന്നാണ്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അത് ഒന്നുകിൽ അത് a+b ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അത് a-b ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും. എങ്ങനെയായാലും അതിന് എത്ര ടേംസ് ഉണ്ടാകും? എത്ര പദങ്ങൾ ഉണ്ടാകും? 3 പദങ്ങൾ ഉണ്ടാകും. അപ്പോൾ 3 പദങ്ങളുണ്ട്. ഓക്കെ, 3 പദങ്ങളുണ്ട്. ചെക്ക് ചെയ്യുക. ആദ്യത്തെയും അവസാനത്തെയും സ്ക്വയേഴ്സ് ആണോ നോക്കുക. ഓക്കെ, 4 2ന്റെ സ്ക്വയർ ആണ്, n² n-ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ 4n² ഏതിന്റെ സ്ക്വയർ ആണ്? 2n ഹോൾ സ്ക്വയർ ആണ്. അത് ശരിയായി. അവസാനത്തെ നോക്കുക, 9 ആണ്. 9 ഏതിന്റെ സ്ക്വയർ ആണ്? 3ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 3 പദങ്ങളുണ്ട്. ആദ്യത്തെയും അവസാനത്തെയും സ്ക്വയേഴ്സ് ആണ്. ഇടയിലുള്ള ചിഹ്നം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് ഏത് ഫോമാണ്? a+b ഹോൾ സ്ക്വയർ ഫോം ആണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 4n² എന്ന് പറഞ്ഞത് ഏതിന്റെതാണ്? 2n-ന്റെതാണ്. 4n² എന്ന് പറഞ്ഞാൽ 2n ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 2n പ്ലസ് ഇനി 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണ്, ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തെഴുതി? ആദ്യത്തെ ആ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ കുറെ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി, നമുക്കൊരു പൂർണ്ണവർഗം കിട്ടി. ഇത് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തതെന്നുള്ളത്? ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, ഒരു സംഖ്യാ പിരമിഡ് ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നത്? ഇവിടെ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഒരു സംഖ്യാ പിരമിഡ് തന്നു. ഇതില് എന്താണ്? ഇത് നമ്മളെ സാധാരണ എണ്ണസംഖ്യകൾ 1 തുടങ്ങിയുള്ള എണ്ണസംഖ്യകൾ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത 2 വരികൾ എഴുതുക എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് 1 2 3 4 വരികൾ തന്നിട്ടുണ്ട്. അടുത്ത 5ാമത്തെ വരിയും 6ാമത്തെ വരിയും എഴുതുക. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ വരിയും 6ാമത്തെ വരിയും നമുക്ക് എഴുതാറോ? ഇവിടെ 10 അല്ലേ? 10 കഴിഞ്ഞാൽ ഇവിടെ എത്ര വരേണ്ടത്? ഇവിടെ 6 കഴിഞ്ഞു, 7 8 9 10. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 11. പിന്നെ എത്രയാണ് വരുന്നത് അല്ലെ? ഇവിടെ 11 12 13 14 15 എന്ന് കിട്ടും. ഇവിടെ കിട്ടുന്നത് എത്രയായിരിക്കും? 16 17 18 19 20 21. ഇതായിരിക്കും അടുത്ത 2 വരികൾ. മനസ്സിലായില്ലേ? ഇനി ചോദിച്ചിരിക്കുന്നത് 10ാമത്തെ വരിയിലെ 10th റോയിലുള്ള ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എഴുതണം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഇൻ ദ 10th റോ. 10ാമത്തെ വരിയിലെ ആദ്യ പദവും അതിന്റെ അവസാന പദവും എഴുതുക. എങ്ങനെയാണ് എഴുതുന്നത്? ഇനി നിങ്ങൾ വരികൾ നോക്കുക. ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ, 2ാമത്തെ വരിയിൽ 2 സംഖ്യകൾ, 3ാമത്തെ വരിയിൽ 3 സംഖ്യകൾ, 4ാമത്തെ വരിയിൽ 4 സംഖ്യകൾ, 5ാമത്തെ വരിയിൽ 5 സംഖ്യകൾ, അങ്ങനെ പോകുന്നു. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാകും? 10 സംഖ്യകൾ ഉണ്ടാകും. 10 സംഖ്യകൾ.
അതേ ക്രമത്തിലാണല്ലോ പോകുന്നത്. അപ്പൊ പത്താമത്തെ വരിയിൽ 10 സംഖ്യകൾ ഉണ്ടാവും. ഇനി എങ്ങനെയാണ് അതിന്റെ ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിക്കുന്നത്? ഇനി നമ്മൾ ആ സംഖ്യകൾ തന്നതിനുള്ള എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്തെ വരിയിൽ, ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. രണ്ടാമത്തെ വരിയിൽ എത്രയാണ്? ഫസ്റ്റ് ടേം 2 ആണ്, ലാസ്റ്റ് ടേം 3 ആണ്. മൂന്നാമത്തെ വരിയിൽ ഫസ്റ്റ് ടേം 4 ആണ്, ലാസ്റ്റ് ടേം 6 ആണ്. നാലാമത്തെ വരിയിൽ ഫസ്റ്റ് ടേം 7 ആണ്, ലാസ്റ്റ് ടേം 10 ആണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്തെങ്കിലും പ്രത്യേകതകൾ ഈ ലാസ്റ്റ് ടേംസിന് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ വരിയിൽ എന്താണ് അവസാന 2 സംഖ്യകളേ ഉള്ളൂ. രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ 3 ആണ്. മൂന്നാമത്തെ വരിയിൽ 6 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിവിടെ ഇൻറ്റു ഇപ്പൊ 2n ഫോമിലേക്കോ അല്ലെങ്കിൽ എന്താണ് 2n+1 ഫോമിലേക്കോ ഒന്നും അല്ല വരുന്നത്. അപ്പോഴിവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ രണ്ടാമത്തെ വരിയിൽ നിങ്ങളുടെ എത്രയാണ്? 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അല്ലെങ്കിൽ തുടർച്ചയായ സംഖ്യകളുടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോമിൽ n/2 × n+1 ആ ഫോമിൽ നമുക്ക് ഇവിടെ കിട്ടുമോ നോക്കാം. ഇപ്പം ഇവിടെ എത്ര സംഖ്യകളാണ്? 2 സംഖ്യകളല്ലേ. അപ്പൊ 2 സംഖ്യകൾ ഇവിടെ 3 കിട്ടുമ്പോൾ ഇതെന്താണ്? 2 × 2+1 എത്രയാണ്? 3 അല്ലേ? 3/2. അപ്പൊ എത്ര കിട്ടുന്നത്? 2 കട്ട് ചെയ്തു, എത്ര കിട്ടി? ഇവിടെ 3 എന്ന് കിട്ടി. ഇനി നാലാമത്തത് ഈ മൂന്നാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ 6 അല്ലേ. ഈ 3 എടുത്ത് നമുക്ക് അങ്ങനെ നോക്കാം. എത്രയാണ് മൂന്നാമത്തെ വരി? അപ്പൊ 3 സംഖ്യകളാണുള്ളത്. അപ്പൊ 3 × അതിന്റെ അടുത്ത നമ്പർ എത്രയാ? 4/2. എത്രയാണ്? 3 4 12/2 എത്രയാണ്? 6. നോക്കി അവസാനത്തെ പദം എത്രയാണ്? 6 അല്ലേ. ഇനി നാലാമത്തെ വരി നോക്കിയേ. നാലാമത്തെ വരിയിൽ അവസാനത്തെ പദം 10 ആണ്. നമുക്ക് നോക്കാം 4നെ 5 കൊണ്ട്, അതായത് ആ സംഖ്യയെ എത്രാമത്തെ വരിയാണോ ആ സംഖ്യയെ അതിനെ അടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ച് പകുതി കണ്ടു നോക്കുക. ആ പാറ്റേണിലാണ് നമുക്കിവിടെ സംഖ്യകൾ കിട്ടുന്നത്, ലാസ്റ്റ് ടേം വരുന്നത്. അപ്പൊ 4 × അതിന്റെ അടുത്ത സംഖ്യ എത്രയാണ്? 5 അല്ലേ? /2. അപ്പൊ എത്രയാണ്? 4 5 20/2 എത്ര കിട്ടി? നമുക്കിവിടെ 10 എന്ന് കിട്ടി. ഇവിടെ 10 എന്ന് കിട്ടി. അതേപോലെ ഇവിടെ അഞ്ചാമത്തെ വരിയിൽ എന്താ കിട്ടുന്നത്? 5 × 6 എത്രയാണ്? 30 അല്ലേ? 30/2 എത്രയാണ്? 15. അപ്പൊ ഏത് രീതിയിലാണ് ഇവിടെ നമ്പേഴ്സ് പോകുന്നത് കണ്ടില്ലേ? ഇവിടെ ഏത് രീതിയിലാണ് നമ്പേഴ്സ് പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? n × n+1/2 എന്ന ഫോമിലാണ് ഇവിടെ നമ്പേഴ്സ് പോകുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഫോമിലാണ്? n × n+1/2 ഫോമിലാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ എത്രാമത്തെ വരിയാണ്? 1 2 3 4 5 6ാമത്തെ വരി. 6ാമത്തെ വരിയാണെങ്കിൽ 6നെ 7 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിക്കാം. 6 7 എത്രയാണ്? 42. 42/2 അല്ലേ? 21. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും? 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും? 10 × 11/2 ആയിരിക്കും അല്ലെ? അവസാനത്തെ സംഖ്യ 10 × 11/2 ആയിരിക്കും. അവിടെ എത്രയാ വരിക? 10/2 എത്രയാണ്? 5. 5 × 11 55. അല്ലെങ്കിൽ 11 × 10 എത്രയാണ്? 110 അല്ലെ? 110. 110ന്റെ പകുതി എത്രയാണ്? 55. അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 55 എന്ന് കിട്ടും. അപ്പോൾ 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും? 55 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 9ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടിട്ട് അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ പോരെ. നോക്കി, ഇവിടെ 10 കഴിഞ്ഞാൽ ഇവിടെ 11 അല്ലേ? 15 കഴിഞ്ഞാൽ 16 അല്ലേ? 21 കഴിഞ്ഞാൽ അടുത്ത എത്രയായിരിക്കും? 22 ആയിരിക്കില്ലേ? അപ്പോഴേ എന്തായിരിക്കും? 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടിട്ട് അതിന്റെ കൂടെ 1 കൂട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ 9ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ടേം ഓഫ് ദ 9th റോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 9 × 9ന്റെ അടുത്ത നമ്പർ 10 അല്ലേ? 10/2 എത്രയാണ് കിട്ടുന്നത്? 90/2 എത്രയാണ്? 45. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 9ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 45. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 45ന്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോഴെത്ര കിട്ടും? 45 + 1 എത്രയാണ്? 46. അപ്പൊ ഫസ്റ്റ് ടേം എത്രയായിരിക്കും? ഇവിടെ ഫസ്റ്റ് ടേം എത്ര കിട്ടും? നമുക്കിവിടെ ഈ ഫസ്റ്റ് ടേം 10th റോയിലുള്ള ഫസ്റ്റ് ടേം എത്ര കിട്ടും? നമുക്ക് 46 എന്ന് കിട്ടും. ലാസ്റ്റ് ടേം എത്ര കിട്ടും? ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് കിട്ടുന്നത്? 55 എന്നും കിട്ടും. അപ്പൊ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ നമുക്ക് 46 എന്നും
അവസാനത്തെ സംഖ്യ എത്രയാന്ന് കിട്ടും? 55 കിട്ടും. ഇപ്പൊ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? സം ഓഫ് ഓൾ ടേംസ് ഇൻ ദ ഫസ്റ്റ് 10 rows. ആദ്യത്തെ 10 വരികളിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാകും? ആദ്യത്തെ 10 വരികളിലും കൂടി എത്ര സംഖ്യകൾ എന്നല്ല, ആദ്യത്തെ 10 വരികളിലുമുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. സം ഓഫ് ഓൾ ടേംസ് ഇൻ ദ ഫസ്റ്റ് 10 rows. എല്ലാ സംഖ്യകളും കൂട്ടണം. അപ്പോഴെങ്ങനെയൊക്കെയാ കൂട്ടുന്നത്? 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 അങ്ങനെ 10ാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ എത്രയാണ്? 55 അല്ലേ? അപ്പോൾ നമ്മൾ കൂട്ടുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ, അത് കൂട്ടി. രണ്ടാമത്തെ വരിയിലുള്ള സംഖ്യകൾ 2ഉം 3ഉം ആണ്. 1 + 2 + 3. മൂന്നാമത്തെ വരിയിലുള്ള സംഖ്യ എത്രയാണ്? 4 + 5 + 6 ആണ്. അങ്ങനെ ആഡ് ചെയ്ത് അവസാനം എത്ര വരെ കൂട്ടണം? 55 വരെ നമ്മൾ കൂട്ടണം. 55 വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന തുക എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോഴ് നമ്മൾ ഇവിടെ എന്താ കണ്ടത്? നോക്കിയേ, 1 + 2 + 3 + 1ൽ നിന്നല്ലേ തുടങ്ങുന്നത്? 1ൽ നിന്ന് തുടങ്ങി എന്താണ് 55 വരെയുള്ള പദങ്ങളുടെ തുക എത്ര, സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ നമുക്ക് ഏത് ഫോർമുല എടുക്കാം? n/2 × n+1 ഫോർമുല എടുത്താ പോരെ? എന്താണ്? സം ഓഫ് ദ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. 1 മുതൽ തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക കാണേണ്ട ഫോർമുല എന്താണ്? n/2 × n+1. ആ ഫോം എടുക്കുമ്പോൾ നമുക്ക് 1 മുതൽ എത്ര വരെയാണ് കണ്ടത്? 55 വരെയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടെ Sn എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? S10. നമുക്ക് 1 മുതൽ അല്ലെങ്കിൽ 10 വരികളിലും കൂടിയുള്ള സം നമുക്ക് എത്ര കിട്ടും? സം ഇസ് ഈക്വൽ ടു അതിന്റെ തുക എത്രയായിരിക്കും? 55/2 ഇൻറ്റു എത്രയാണ്? 56. അതായത് നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? 56/2 എത്രയാണ്? 28 അല്ലേ? 55 ഇൻറ്റു 28 നമുക്ക് കണ്ടുപിടിക്കണം. 55 ഇൻറ്റു 28 നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഗുണിച്ച് കണ്ടുപിടിക്കാം. എത്രയാണ്? ഞാൻ ഇവിടെ ഗുണിക്കുവാണത്. എത്രയാണ്? 55 ഇൻറ്റു 28 എത്ര ആൻസർ കിട്ടും? 1540 എന്ന് ആൻസർ കിട്ടും. 1540 ആയിരിക്കും അതിന്റെ ആൻസർ. 1540 എന്ന് എനിക്ക് അവിടെ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോഴേ ഇവിടെ ഈ പാറ്റേൺ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകത ആ പാറ്റേൺ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കും. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തത്? വേറൊരു പാറ്റേൺ ആണത് ഈ ക്വസ്റ്റ്യനും. എന്താണ്? 4, 7, 10, 13, 16, 19, 22, 25, 28, 31. Then you need to write the next 2 lines. നിങ്ങൾ എന്താണ്? അടുത്ത 2 വരികളിലെ പദങ്ങൾ നിങ്ങൾ എഴുതണം. ഇപ്പോൾ തന്നിരിക്കുന്നത് 4, ഒന്നാമത്തെ വരിയിൽ 4, രണ്ടാമത്തെ വരിയിൽ 7, 10, നെക്സ്റ്റ് വൺ 13, 16, 19, പിന്നെ 22, 25, 28, 31. ഇവിടെ ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? അല്ലെ ഈ സംഖ്യകളുടെ പ്രത്യേകത എത്രയാണ് കൂട്ടി കൂട്ടി പോകുന്നത്? 3 അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ് അല്ലെ? 4 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞ് 10, 7 3 10, 10 3 13, 16, 19 ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് അറിയാം. തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ പദങ്ങളല്ല. ഇവിടെ ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ, രണ്ടാമത്തെ വരിയിൽ 2 സംഖ്യകൾ, മൂന്നാമത്തെ വരിയിൽ എത്രയാണ്? 3 സംഖ്യകൾ, നാലാമത്തെ വരിയിൽ 4 സംഖ്യകൾ. അടുത്ത 5ാമത്തെയും 6ാമത്തെയും വരികൾ എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ 5th and 6th rows. അത് എഴുതണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എഴുതാം. 31 കഴിഞ്ഞാൽ എഴുതേണ്ടത് എത്രയാണ്? 31 കഴിഞ്ഞാൽ അടുത്ത വരുന്നത് എത്രയായിരിക്കും? 31 3, 34, പിന്നെ 37, 40, 43, 46. അടുത്തത് എത്രയായിരിക്കും? 49, 52, 55, 58, 61, 64 എന്ന് കിട്ടും. ഇപ്പോഴ് 5ാമത്തെ വരിയിൽ 1 2 3 4 5 സംഖ്യകൾ, 6ാമത്തെ വരിയിൽ എത്രയാണ്? 1 2 3 4 5 6 സംഖ്യകൾ. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് അടുത്ത 2 വരികൾ എഴുതാൻ ചോദിച്ചു. നമ്മളത് എഴുതി കഴിഞ്ഞു. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദ 20th row. 20ാമത്തെ വരിയിലെ
ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിക്കുക. 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ 3 ആഡ് ചെയ്താൽ 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കിട്ടും. അങ്ങനെയാണല്ലോ. ഇത് 5ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 46നോട് 3 കൂട്ടിയിട്ടല്ലേ 6ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എഴുതിയത്. അങ്ങനെയാണ് 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം. ഇനി 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 1ാമത്തെ വരിയിൽ 1 സംഖ്യ, 2ാമത്തെ വരിയിൽ 2 സംഖ്യകൾ, 3ാമത്തെ വരിയിൽ 3 സംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ 19ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? 19 സംഖ്യകൾ ഉണ്ടാവും. 19 സംഖ്യകൾ ഉണ്ടാവും അല്ലെ? 19 ടേംസ് അവിടെ വരും. 19 ടേംസ് ഉണ്ടാവും. ഇനി അതിന്റെ ഒക്കെ കൂടി തുക എത്രയാണ് വരുന്നത്? അതായത് 19 വരികളിലും കൂടി എന്താണ് ഓൾ ടുഗദർ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എത്ര നമ്പേഴ്സ് ഉണ്ടാകും? ആ 19 വരികളിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാവും? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 അങ്ങനെ വരുമ്പോഴ് 19 വരികളിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാകും? എങ്ങനെയാണ് കണക്കാക്കുക? 19 ഇൻറ്റു എത്രയാണ്? 19ന്റെ അടുത്ത നമ്പർ എത്രയാണ്? 20 അല്ലേ? 20/2 എത്ര കിട്ടും? 20/2 എത്രയാണ്? 10 അല്ലേ? അപ്പൊ 19 ഇൻറ്റു 10 എത്ര കിട്ടും? 190 എന്ന് കിട്ടും. 190. ഇപ്പൊ 19 വരികളിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാകും? 190 സംഖ്യകൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പൊ ഈ 190 സംഖ്യകൾ 19 വരികളിലും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ 191ാമത്തെ പദമായിരിക്കും ഏത് വരുന്നത്? 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ വരുന്നത്. 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 191th ടേം ആയിരിക്കും. 191ാമത്തെ പദമായിരിക്കും. എങ്ങനെയാണ് നമ്മൾ 191ാമത്തെ പദം കണ്ടുപിടിക്കുന്നത്? ആദ്യ പദത്തിന്റെ കൂടെ 190 ഇൻറ്റു ടി, അതിന്റെ തൊട്ട് മുന്നിലുള്ള പദം, അതിന്റെ തൊട്ട് മുന്നിലുള്ള പദത്തെ എന്ത് ചെയ്താൽ മതി? ഏത് കൊണ്ട് ഗുണിച്ചാൽ മതി? കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് എത്ര സംഖ്യകളാണോ. 20ാം പദം കാണാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? x1 + 19d അല്ലേ? അങ്ങനെയാണെങ്കിൽ 191th ടേം കാണാൻ x191 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 191ാമത്തെ പദം കണ്ടുപിടിക്കാൻ x1ന്റെ കൂടെ എത്ര ആഡ് ചെയ്യാം? 190d ആഡ് ചെയ്യാ. ഇവിടെ എത്ര കിട്ടും? x1 എത്രയാണ് ഇവിടെ? 4. അപ്പൊ 4 + 190 ഇൻറ്റു d എത്രയാണ്? d എത്രയാണ്? ഇവിടെ 3 അല്ലേ? 190 ഇൻറ്റു 3. അപ്പോഴ് ഇവിടെ ആൻസർ എത്ര കിട്ടും? 4 + 190 ഇൻറ്റു 3 എത്രയാണ്? 570 കിട്ടും. 570 + 4 = 574 എന്ന് കിട്ടും. അപ്പോഴ് 191ാമത്തെ പദം എന്ന് പറയുന്നത് 20ാമത്തെ വരിയിലെ ഏത് സംഖ്യയായിരിക്കും? ആദ്യത്തെ സംഖ്യയായിരിക്കും. എന്തുകൊണ്ട്? 19 വരിയിലും കൂടി ആകെ എത്ര സംഖ്യകൾ ഉണ്ടാവും? 190 പദങ്ങൾ ഉണ്ടാവും. ആണല്ലോ, 190 സംഖ്യകൾ വരും. അങ്ങനെയാണെങ്കിൽ 191ാമത്തെ പദമായിരിക്കും ഏത് സംഖ്യയിലെ ഏത് വരിയിലെ ആദ്യത്തെ സംഖ്യ? 20ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമിന്റെ 20th റോ എത്രയായിരിക്കും? 574. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് അവിടെ കിട്ടുന്ന ശ്രേണി ഏതായിരിക്കും? 20th റോ എന്ന് പറയുന്നതായിരിക്കും 574, 577, 580, എക്സെട്ര ഇങ്ങനെ വരും. ഇനി ഇതിന്റെ അകത്തുള്ള ലാസ്റ്റ് ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോഴെന്താണ്? 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ 20ാമത്തെ വരി മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഫസ്റ്റ് ടേം എത്രയാണ്? 574. അങ്ങനെയാണ് 20ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം പ്ലസ് 19d. 20ാമത്തെ വരി മാത്രം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര പദങ്ങളുണ്ട്? 20 പദങ്ങൾ. ആ 20 പദങ്ങളിൽ 20ാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദത്തിന്റെ കൂടെ 19d ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ 19d ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവിടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ, ലാസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? അവിടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാ? 19d ആഡ് ചെയ്യാ. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? ലാസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എത്രയാണ്? ലാസ്റ്റ് ടേം ഇൻ ദ 20th റോ എത്രയാണ്? 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ
ഏതാണ് 574 പ്ലസ് എന്താണ് ചെയ്യേണ്ടത് 574ന്റെ കൂടെ 19D 19D പറയുമ്പോൾ 19 ഇൻറ്റു എത്രയാണ് ഡി എത്രയാണ് 3. അപ്പോൾ ആൻസർ എത്ര കിട്ടും 574 പ്ലസ് 574 പ്ലസ് 57 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും 4 7 11 1 5 6 7 13 ബാക്കി 1 5 6. അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞ എത്രയായിരിക്കും 631 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഏതാണ് 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും 631 ആയിരിക്കും. 631 ആയിരിക്കും ലാസ്റ്റ് ടേം ഓഫ് ദ 20th റോ അല്ലെ. ഏതിലുള്ള ഈ തന്ന പിരമിഡിലുള്ള സംഖ്യാ പിരമിഡിലുള്ള 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും 631 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്, ആദ്യം ഈ ഒരു പാറ്റേണില് എന്താണ് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും വരി എഴുതാൻ പറഞ്ഞു. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അതിനുശേഷം 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 3 കൂട്ടിയാൽ മതി, പൊതുവ്യത്യാസമായ 3 കൂട്ടിയാൽ മതി. ഇനി 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, ഓൾ ടുഗദർ അല്ലെ ഇൻ ദ 19th റോ ഓൾ ടുഗദർ 19 rows altogether how many numbers should be there 119 numbers should be there. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് 19 into 20/2 എത്രയാണ് 119. അപ്പൊ 19 വരിയിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാകും, ആദ്യത്തെ വരി മുതൽ 19 വരികൾ എടുത്താൽ ആകെ എത്ര സംഖ്യകൾ ഉണ്ടാകും 190 സംഖ്യകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 191ാമത്തെ സംഖ്യയായിരിക്കും 20ാമത്തെ വരിയിലെ ആദ്യ പദം. അങ്ങനെ 191ാമത്തെ പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, x1 plus 190d ചെയ്തു. 190d. അപ്പോൾ 191 is equal to x1 plus 190d. That is equal to 4 plus 190 into 3. That is equal to 4 plus 570 is equal to 574. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ വരിയിലെ ആദ്യത്തെ പദം എത്രയാണ് 574 ആണ്. മനസ്സിലായല്ലോ? ഇനി 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ ആ പാറ്റേൺ ആ ശ്രേണി എഴുതി 574, 577, 580, എക്സെട്ര എന്ന ശ്രേണി എഴുതി. അതിനകത്തുള്ള 20ാമത്തെ പദം ആ ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടേം എത്രയാണ് 574 ആണ്, 574 ആണ്. അങ്ങനെയാണെങ്കിൽ 20ാം പദം ആ ശ്രേണിയിൽ 20ാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി x1 plus 19d ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. x1 plus 19d അത് എത്ര കിട്ടി 631 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ് 20ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം എത്രയാണ് 574. 20ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം എത്രയായിരിക്കും 631 ആയിരിക്കും. ഇതാണ് സംഖ്യാ പിരമിഡ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സംഖ്യാ പിരമിഡിന്റെ ക്വസ്റ്റ്യന് 5 മാർക്ക് ഉണ്ടാകും. ചെയ്തു വന്നാൽ 5 മാർക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് കെമിസ്ട്രിയുടെ പാഠഭാഗങ്ങളുമായി കാണാം.